ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് സങ്കീർത്തനങ്ങൾ 77-ൻ്റെ 2-ാമത്തെ വാക്യമാണ്. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഭക്തനായ ആസാഫ് ഇവിടെ പറയുകയാണ്, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, ദുഃഖത്തിൻ്റെ നടുവിൽ, കഷ്ടദിവസത്തിൽ യഹോവയെ അന്വേഷിക്കുന്നതായ ഒരു ഭക്തൻ രാത്രിയിൽ കൈ തളരാതെ മലർത്തിയിരിക്കുകയാണ് ദൈവത്തിങ്കിലേക്ക്. താൻ പറയുകയാണ്, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത പ്രവൃത്തിയെ ദൈവസന്നിധിയിൽ താനിവിടെ ഓർക്കുകയാണ്. എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ മുട്ടിന്മേൽ നിൽക്കുന്ന ഭക്തൻ, രാത്രിയുടെ യാമങ്ങളിൽ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ഒരു ഭക്തനെ ദൈവം ഒരു നാളും ഉപേക്ഷിച്ച് കളയത്തില്ല. ദൈവം മറന്ന് കളയത്തില്ല. വേദനയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ മറുപടി കാണുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ആസാഫ് പറയാണ്, 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സങ്കടം ദൈവസന്നിധിയിൽ പകരുമ്പോൾ, നമ്മുടെ ഒച്ച കേട്ട്, നിലവിളി കേട്ട്, യാചനയുടെ ശബ്ദം കേട്ട് നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ദൈവം, ചെവി തരുന്ന ദൈവം, പ്രാർത്ഥന കേട്ട് മറുപടി അയക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്. ആ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുക തന്നെ ചെയ്യും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മരുഭൂമി യാത്രയിൽ തളർന്നു പോകരുത്. മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകരുത്. മരുഭൂമി യാത്രയിൽ നമുക്ക് ചാരുവാനൊരിടമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മാറിടത്തിൽ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെന്നിരുന്നിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വചനത്തിൽ പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാണ്. ആ പാദപീഠത്തിലിരുന്ന് ആര് നിലവിളിക്കുന്നുവോ, ആ പാദപീഠത്തിൽ ആര് ഇരിക്കുവാൻ തയ്യാറാകുന്നുവോ, മരുഭൂമിയുടെ അവസ്ഥയായിരുന്നാലും, വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നാലും, പ്രതിസന്ധിയുടെ സാഹചര്യമായിരുന്നാലും, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയായിരുന്നാലും, നീറുന്ന വിഷയത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരുന്നാലും, നീ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായി തീർന്നാൽ, ഇവിടെ ഭക്തനെ പോലെ ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു എന്നാണ് ഭക്തൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദാവീദിൻ്റെ ജീവിതത്തെ നാം നോക്കുകയാണെങ്കിൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ അനവധി കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ഓടുന്ന അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ മരുഭൂമിയുടെ അവസ്ഥയിലും താൻ മുഖത്തേക്ക് നോക്കിയത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. ആ ഭക്തനെ ഒരിക്കലും ദൈവം കൈവിട്ടില്ല. ദൈവം തന്നോട് കൂടെ ഇരുന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചതായിട്ട് നമുക്ക് വചനത്തിലൂടെ നീളമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനക്കാരൻ 121-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. നമ്മുടെ സഹായം വരുന്നത് വേറെ എങ്ങു നിന്നുമല്ല, ഒരു മനുഷ്യനിൽ നിന്നല്ല, ഒരു പ്രഭുക്കന്മാരിൽ നിന്നുമല്ല. എന്നാൽ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ആകാശത്തെ സൃഷ്ടിച്ച് ഭൂമിയെ വിരിച്ച കർത്താവ്, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്ന കർത്താവ്, നമ്മെ സ്നേഹിച്ച കർത്താവ്, ആ കർത്താവിങ്കിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. നാം വേറെ ഒരു വ്യക്തികളിലും ആശ്രയിക്കരുത്. നാം വേറെ ഒരു ഹല്ലേലൂയ ആരിലും
ഒന്നിലും ആശ്രയിക്കരുത്. ഈ ലോകത്തിലെ ധനത്തിൽ നാം ആശ്രയിക്കരുത്. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരിൽ നാം ആശ്രയിക്കരുത്. നാം കഷ്ട ദിവസമായിരുന്നാലും പ്രതിസന്ധിയുടെ അനുഭവമായിരുന്നാലും ദൈവമുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറായി തീർന്നാൽ, രാത്രിയിൽ നമ്മുടെ കൈ തളരാതെ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തീർന്നാൽ, രാത്രിയുടെ യാമത്തിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തീർന്നാൽ, ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. താൻ സ്നേഹിച്ച തൻ്റെ മകനെ, ഹല്ലേലൂയ, യോസേഫിനെ ഒരു ദുഷ്ടജന്തു കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിൻ്റെ 35 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ പുത്രന്മാരും പുത്രിമാരുമെല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിൻ്റെ നടുവിലൊരു പ്രതിസന്ധി വന്നപ്പോൾ, ജീവിതത്തിൻ്റെ നടുവിലൊരു വലിയ പ്രതികൂലം വന്നപ്പോൾ, താൻ സ്നേഹിച്ച തൻ്റെ മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെന്ന് ആമേൻ വിചാരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർക്കാതെ യാക്കോബ് ഇവിടെ നിലവിളിക്കുകയാണ്. യാക്കോബ് പറയാണ്, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് വ്യസനിക്കുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ, മാനുഷികമായി നാം ഓരോന്ന് കൂട്ടുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, കരയുവാൻ ഇടയായി തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ഭക്തനെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. യാക്കോബിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമായിരുന്നു, ഞാൻ നിൻ്റെ സന്തതിയെ കനാൻ നാട്ടിലെത്തിക്കും, ഹല്ലേലൂയ, ഞാൻ നിനക്ക് പാലും തേനും ഒഴുകുന്ന ദേശം തരുമെന്ന് ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം സത്യം ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ യാക്കോബ് വിചാരിച്ചു തൻ്റെ മകനായ യോസേഫ് മരിച്ചുപോയെന്ന്. എന്നാൽ യോസേഫിനു വേണ്ടി കരുതിയ ഒരു ദൈവം, തൻ്റെ സഹോദരന്മാർ തന്നെ കൊല്ലുവാൻ നോക്കിയപ്പോഴും, മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞപ്പോഴും, പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ താൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടപ്പോഴും, ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ പലരും തന്നെ അവഗണിച്ചപ്പോഴും ദൈവം യോസേഫിന് വേണ്ടി കരുതിയ വഴികളുണ്ടായിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്തുകൊണ്ടാണെന്നറിയാമോ യോസേഫിനെ ദൈവം കൈവിടാതിരുന്നത്? ഇവിടെ ഭക്തനായ, ഹല്ലേലൂയ, ആസാഫ് പറയുന്നത് പോലെ, ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്തു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യോസേഫ് എന്ന ഭക്തൻ കാരാഗ്രഹത്തിൻ്റെ നടുവിലായിരുന്നപ്പോഴും, നിന്ദയുടെ നടുവിലായിരുന്നപ്പോഴും, പൊട്ടക്കിണറ്റിൻ്റെ അവസ്ഥ വന്നപ്പോഴും, മിദ്യാന്യ കച്ചവടക്കാർക്ക് തൻ്റെ സഹോദരന്മാർ തന്നെ വിറ്റ് കളഞ്ഞപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തം ഓർക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവം മുഖത്തേക്ക് നോക്കുവാൻ ഇടയായിത്തീർന്നു. രാത്രിയിൽ തൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. ദിവസത്തിൽ യഹോവയെ ഓർക്കുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കലും തൻ്റെ വാഗ്ദത്തത്തെ താൻ, ഹല്ലേലൂയ, ആമേൻ, മറന്നു കളഞ്ഞില്ല. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച ഒരു യോസേഫിനെ ദൈവം ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തെ നാം ഒരിക്കലും മറക്കല്ല്. ദൈവ വാഗ്ദത്തങ്ങളെ നാം മറക്കല്ല്. നമ്മുടെ കഷ്ടത വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 50-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നു, കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് നാം വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറായി തീർന്നാൽ, കഷ്ടകാലത്ത് നാം ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ തയ്യാറായി തീർന്നാൽ, കഷ്ടകാലത്ത് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുവാൻ തയ്യാറായി തീർന്നാൽ, ആ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ തയ്യാറായി തീർന്നാൽ, നാം വിളിച്ചപേക്ഷിക്കുവാൻ ഇടയായി തീർന്നാൽ, കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വിഷമം അറിയുന്ന ഒരു
ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീരും. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. ഹാലേലുയ. ഞാൻ കൈ തളരാതെ മലർത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. സ്തോത്രം. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യോന എന്ന പ്രവാചകനെ നാം ഒന്ന് നോക്കിക്കേ. തൻ്റെ കഷ്ടതയുടെ നടുവിൽ വന്നപ്പോൾ താൻ ദൈവത്തെ മറന്നു ഓടിപ്പോയ മനുഷ്യനാണ്. എന്നാൽ തൻ്റെ കഷ്ടതയുടെ നടുവിൽ ഹാലേലു ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു വലിയ പ്രാർത്ഥനയാണ്. യോനായുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ഹാലേലുയ. പാതാളത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചാലും, ഭൂമിയുടെ ഏത് കോണിലിരുന്ന് നീ നിലവിളിച്ചാലും, ഏത് ഗുഹയിലിരുന്ന് നീ നിലവിളിച്ചാലും, ഏത് മരുഭൂമിയുടെ അവസ്ഥയിലിരുന്ന് നീ നിലവിളിച്ചാലും, ഏത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളറയിൽ നിന്ന് നീ നിലവിളിച്ചാലും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൈ മലർത്തിയിരിക്കുന്നത് കാണുന്ന ദൈവമാണ്. നിൻ്റെ ഹൃദയം അറിയുന്ന ദൈവമാണ്. നിൻ്റെ വേദന അറിയുന്ന ദൈവമാണ്. അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല. യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ തൻ്റെ സഹോദരനെ പേടിച്ചിട്ട്, സഹോദരൻ തന്നെ കൊല്ലുമെന്നോർത്തിട്ട് ഹാരാനിലേക്ക് ഓടുന്ന യാത്രയുടെ മധ്യത്തിൽ താൻ കല്ല് തലയണയായി കിടന്ന് ഉറങ്ങിയപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. തന്നെ സ്വപ്നത്തിലൂടെ ദൈവം അരുളി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. വാഗ്ദത്തങ്ങൾ ഓർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഏതു മരുഭൂമിയുടെ അവസ്ഥയായിക്കോട്ടെ, ഏത് കൈപ്പേറിയ അനുഭവമായിക്കോട്ടെ, ഏത് നിന്ദയുടെ അനുഭവമായിക്കോട്ടെ, ഏത് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ ഹാലേലുയ നിൻ്റെ ഭാരം നീ ഇറക്കി വെക്കേണ്ടത് ദൈവസന്നിധിയിലായിരിക്കണം. നിൻ്റെ കൈ നീ മലർത്തേണ്ടത് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം. അവനാണ് നിൻ്റെ രക്ഷകൻ. അവനാണ് നിൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവനാണ് നമ്മുടെ കർത്താവ്. അവനാണ് നമുക്ക് വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങൾമേൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവം. ഹാലേലുയ. ആ കർത്താവിനെ നാം മുറുകെ പിടിക്കണം. ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറായിത്തീരണം. നാം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ 102-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയാണ് അരിഷ്ടൻ്റെ പ്രാർത്ഥന. ആ 102-ാം സങ്കീർത്തനം അതിൻ്റെ ഹെഡിങ്ങിൽ പറയുന്നത് ഇങ്ങനെയാണ്: അരിഷ്ടൻ്റെ പ്രാർത്ഥന. അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുൻപാകെ തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത്. അവൻ ക്ഷീണിച്ചിരിക്കുകയാണ്, അവൻ വിഷമിച്ചിരിക്കുകയാണ്, അവൻ കൈ തളർന്നിരിക്കുകയാണ്. എന്നാൽ അവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനം തകർന്നുള്ള പ്രാർത്ഥന, മനം നീറിയുള്ള പ്രാർത്ഥന. യഹോവേ, കഷ്ട ദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. ഇത് നാം ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതവസ്ഥയ്ക്കും ദൈവം മാറ്റം തരും. ഹാലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മക്കളാണ്. അപ്പനോട് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തീർന്നാൽ അപ്പൻ ഹാലേലൂയ സകലതും നിവർത്തിക്കുന്ന ദൈവമാകട്ടോ. ഹാലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വേദനയോടെ നമ്മുടെ വിഷയങ്ങളെ ഒന്ന് ഇറക്കി വെക്കാം. പ്രാണവേദനയിലായിരിക്കുന്ന, വേദനയുടെ നടുക്കുഴിയിലായിരിക്കുന്ന, വിഷമത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്ന, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, കുടുംബത്തെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഹാലേലൂയ, നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ വേദനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. നിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വരും. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. വേഗത്തിൽ അവൻ ഉത്തരമരുളുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ആസാഫ് പറഞ്ഞതുപോലെ നമുക്കും പറയാം: കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു.
ഹാലലുയ. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ഉത്തരമരുളിയ ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹാലേലുയ. അവിടെ ഹാലേലു ഈ ആസാഫ് പറയാണ്, അവൻ്റെ ദയ ഒരിക്കലും മാറിപ്പോകുന്നതല്ല. ആ ദൈവത്തോട് നാം നിലവിളിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധി നമ്മെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. ഹൃദയ നുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലുയ. ദൈവം ഉത്തരമരുളുവാനിടയായി തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഉത്തരമരുളും. അതുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അവരുടെ കുഴികളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുവയ്ക്കണമേ. അവർക്ക് ഉത്തരമരളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരട്ട്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലും യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.